ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ചിക്കനും തേങ്ങാക്കൊത്തും വെച്ചിട്ട് ഇന്നൊരു അച്ചാർ ഉണ്ടാക്കാനാട്ടോ നമ്മൾ പോണത്. അപ്പോൾ ചിക്കൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ. ഇനി നമുക്കിത് വറുത്തെടുക്കാനായിട്ടൊരു ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടാവട്ടെ. ചൂടായ എണ്ണയിലോട്ട് നമുക്ക് തേങ്ങാക്കൊത്ത് ഇടാം കേട്ടോ. ഒരു തേങ്ങ മുഴുവനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇത് നല്ലപോലെ മൂപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കോരി ഒരു പാത്രത്തിലിട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഈ വെളിച്ചെണ്ണയിലോട്ട് തന്നെ കുറച്ച് കറിവേപ്പില ഇടാം. നന്നായിട്ട് ചൂടായിട്ട് നമുക്ക് മസാല പുരട്ടി വെച്ച ചിക്കൻ അതിലോട്ട് എടുത്ത് കുറേശ്ശെയായിട്ട് പൊരിച്ചെടുക്കണം. ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഒന്ന് അരിഞ്ഞോ ചതച്ചോ ഇടാം കേട്ടോ. വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് കഴിഞ്ഞാൽ ചിക്കൻ വറുക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ല് വരും, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമ്മൾ മീൻ പൊരിക്കുകയാണെങ്കിലും ഒക്കെ നമ്മൾ ഇതേപോലെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും കേട്ടോ. അങ്ങനെ ഇത് ഒരു വശം അങ്ങനെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള ചിക്കനും ഒക്കെ വറുത്ത് കോരിയെടുക്കണം. അപ്പോൾ ഇതേപോലെ വറുത്തെടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ കേടായി പോകും കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് വറുത്ത് കോരിയെടുക്കുക. എല്ലാ ചിക്കനും നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്കുള്ള മസാല നമുക്ക് റെഡിയാക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ പച്ചമല്ലി, ഉണക്കമുളക് 5-6 ഉണക്കമുളക്, പെരിഞ്ജീരകം, പട്ട, ഏലക്കായ, ഗ്രാമ്പു, ഇതെല്ലാം കൂടി നന്നായിട്ട് ചൂടാക്കിയെടുക്കണം. നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി തീ ഓഫാക്കിയതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത് ഇട്ടിട്ട് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക കേട്ടോ. സ്റ്റൗ ഓഫാക്കിയിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഈ മസാല നല്ലപോലെ ആ ചൂടിൽ തന്നെ ഇളക്കിയതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കാനുള്ളതാണ്. ഇത്തിരി സുറുക്ക ഒഴിച്ചിട്ടാണ് കേട്ടോ ഞാനത്
ഒരു ചട്ടി അടുപ്പത്ത് വെക്കുക. അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അച്ചാറിടാൻ എപ്പോഴും നല്ലെണ്ണയാണ് നല്ലത്. അപ്പോൾ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാവുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കണം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. ഇത് നല്ലപോലെ മൂത്ത് വരട്ടെ. ഇത് നന്നായി മൂത്ത് വരുന്ന സമയത്ത് ഉണക്കമുളകും കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കണം. ഇനി അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി അരിഞ്ഞതും കൂടി ചേർത്ത് നല്ലപോലെ മൂപ്പിച്ചെടുക്കണം. ഇനി ഈ മൂത്ത് വന്ന എണ്ണയിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരുന്ന വരെ നമുക്കൊന്ന് ഇളക്കിയെടുക്കണം. കരിഞ്ഞു പോവരുത്. തീ കുറച്ച് വയ്ക്കുക. അപ്പോൾ ഇതുപോലെ നല്ലപോലെ എണ്ണ തെളിഞ്ഞ് വരുന്ന വരെ നമുക്കിത് ഇളക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച തേങ്ങ കൊത്തിട്ട് കൊടുക്കുക. വറുത്ത് വെച്ച ചിക്കനും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും ഒരു നുള്ള് കായപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ അരച്ച് വെച്ച മിക്സി ഉണ്ടായിരുന്നില്ലേ, അതിലേക്ക് കുറച്ച് സുർക്ക ഒഴിച്ചിട്ട് അതൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സുർക്ക നമുക്ക് ആവശ്യത്തിന് പുളി അനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് സുർക്ക ഇഷ്ടമില്ലാത്തവർക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിതിലേക്ക് 2 ഗ്ലാസ് സുർക്ക ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നെങ്കിൽ ഇത്തിരി ഗ്രേവി ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ എരിവും പുളിയും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 1 സ്പൂൺ ഇട്ടാൽ മതി, ഒരുപാട് ഇടരുത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് തിളച്ച് വരണം. അപ്പോൾ
അപ്പോൾ നമ്മൾ ചിക്കൻ്റെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.